ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ലാലേട്ടൻ്റെ പുതിയ സിനിമയായ തുടരും കാണാൻ പോകാം. ഞാനും ഹസ്ബൻഡും കൂടിയാണ് പോകുന്നത്. ഹസ്ബൻഡ് ഇന്നലെ നാട്ടിൽ നിന്ന് വന്നു. അപ്പം ഞാനൊരു 3-4 ദിവസം മുമ്പേ തിയേറ്ററിൽ ബുക്ക് ചെയ്തിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും തിരക്കാണെന്നാണ് പറയുന്നത് കേട്ടെ. അതുകൊണ്ട് നമ്മളങ്ങനെ സിനിമ കാണാൻ പോകാമെന്ന് വെച്ചു. തിരക്ക് കുറഞ്ഞിട്ടൊക്കെ പോകാമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ സമ്മതിച്ചില്ല. എനിക്ക് ഇന്നൊരു മെയ് 1 അപ്പം ഇന്നൊരു ലീവ് കിട്ടി. അപ്പം എങ്ങനെയും ഒന്ന് പോകണം. അതുകൊണ്ട് ഞാൻ നേരത്തെ ബുക്ക് ചെയ്ത് എന്താ പറയുക, ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. കാരണം അത്രയും നല്ല റിവ്യൂസൊക്കെ അല്ലേ പടത്തിന് വരുന്നത്. അപ്പോൾ കുറേ നാൾ കൂടിയിട്ട് ലാലേട്ടൻ്റെ ഇത്രയും സൂപ്പർ ഒരു പടം വരിക എന്നൊക്കെ പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ഭയങ്കര ബിഗ് ഫാനാണ് ലാലേട്ടൻ്റെ. അപ്പം എനിക്കത് വേഗം കാണണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. അങ്ങനെ നമ്മൾ താമസിക്കുന്ന ഒരു കുട്ടി ഗ്രാമമാണ്. ആ ഗ്രാമത്തിലൂടെ പോകുന്ന കാഴ്ചകളെല്ലാം നമുക്ക് കാണാം. ഫോറസ്റ്റും ചെറിയ ചെറിയ കടകളും ഒക്കെയുള്ള ഒരു കുട്ടി ഗ്രാമമാണ്. നൂൽപ്പുഴ പഞ്ചായത്ത് എന്ന് പറയും, വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരി താലൂക്കിൽ. അപ്പോൾ ഞാൻ എൻ്റെ ജോലിയുടെ ഭാഗമായിട്ടാണ് ഇവിടെ വന്ന് താമസിക്കുന്നത്. യഥാർത്ഥത്തിൽ എൻ്റെ വീട് കേണിച്ചിലാണ്, വയനാട് ജില്ലയിൽ തന്നെ കേണിച്ചിറ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ ഇപ്പം ഞാൻ എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് വന്ന് താമസിക്കുകയാണ്. പോകുന്ന വഴി ഫുള്ള് നല്ല എന്താ പറയുക, പച്ചപ്പും ഹരിതാപവും എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതുപോലത്തെ സ്ഥലങ്ങളാണെങ്കിൽ നമുക്ക് നമ്മുടെ നാട് കൊണ്ടുവരാം. നമ്മുടെ ക്ലീൻ സിറ്റിയായ ബത്തേരിയിലെത്തിയിട്ടുണ്ട്, സുൽത്താൻ ബത്തേരിയിലെത്തിയിട്ടുണ്ട്. നമ്മുടെ സുൽത്താൻ്റെ നാടായ സുൽത്താൻ ബത്തേരിയിൽ ഇനി സിനിമയ്ക്ക് പോകണം. ഇതിലേറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ലേറ്റായി. ഒരു 15 മിനിറ്റ്, സിനിമ തുടങ്ങാൻ 15 മിനിറ്റ് ഉള്ളപ്പോഴാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. ഇനി ചെന്നിട്ടറിയാം സിനിമ എവിടം വരെ എത്തിയെന്ന്. എന്താ പറയുക, തുടക്കം തൊട്ട് കാണണേന്ന് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ. ഇത് കണ്ടില്ലേ, ഇതാണ് നമ്മുടെ പൂമരം, ബത്തേരിയുടെ പൂമരമാണ്. പല സമയത്തും ഇത് വീണിട്ടുണ്ട്. വീഴുമ്പോഴെല്ലാം നമ്മുടെ ബത്തേരിയിലെ ചേട്ടന്മാർ, നമ്മുടെ സ്വന്തം ചേട്ടന്മാർ അതിനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. ഇനി ഒരിക്കലും അത് വീഴില്ല, എപ്പോഴും ബത്തേരിയിൽ ആ പൂമരം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ ഓരോരുത്തരും. ഇനിയും വീഴാത്ത രീതിയിൽ നമ്മുടെ ചേട്ടന്മാരതിനെ കാക്കും. അങ്ങനെ നമുക്ക് സിനിമയ്ക്ക് കയറാം. ഏകദേശം തിയേറ്റർ എത്താനായിട്ടുണ്ട്. നല്ല രസമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യമേ പോയ കോംപ്ലക്സിലല്ലായിരുന്നു, പഴയ തിയേറ്ററിലായിരുന്നു സിനിമ ഓടുന്നത്. ഞാൻ എപ്പോഴും ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യുമ്പോൾ എനിക്ക് പുതിയ കോംപ്ലക്സിലാണ് കിട്ടുക. ആ ഒരു ഓർമ്മയിൽ ഞങ്ങൾ വേഗം കോംപ്ലക്സിലേക്കാണ് കയറിപ്പോയത്. പക്ഷേ അവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് അപ്പുറമല്ല, പഴയ തിയേറ്ററിലാണെന്നുള്ളത്. അപ്പോൾ എന്നോട് ഏട്ടൻ പറഞ്ഞതാണ്, നമുക്ക് അപ്പുറം പോയി നോക്കാം, എല്ലാവരും അങ്ങോട്ടാണ് പോണേ. അപ്പോൾ എനിക്ക് 100% ഉറപ്പായിരുന്നു പുതിയതിലാണ്, പുതിയ തിയേറ്ററിലാണ് സിനിമ എന്നുള്ളത്. കാരണം ഓൺലൈനായിട്ട് എപ്പോൾ ബുക്ക് ചെയ്താലും എനിക്ക് പുതിയതിലേ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അത്ര ഉറപ്പിൽ പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ലിഫ്റ്റൊക്കെ കയറി മേലെ എത്തിയപ്പോഴത്തേക്ക് അവിടെ നിന്നാണ് പറയുന്നത് 11 മണിയുടെ ഷോ അല്ലേ, അത് പഴയതിലാണെന്ന് പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി താഴെ വന്ന് പഴയ തിയേറ്ററിൽ പോയി സിനിമ കണ്ടു. ഞങ്ങളവിടെ എത്തിയപ്പോൾ തന്നെ ഏകദേശം സിനിമ എന്താ പറയുക തുടങ്ങിയിട്ടുണ്ട്. പിന്നെ സിനിമയൊക്കെ കണ്ടു. സൂപ്പർ സിനിമയായിരുന്നു. ഫസ്റ്റ് ഹാഫ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷേ എല്ലാവരും പറഞ്ഞു സെക്കൻഡ് ഹാഫാണ് തിരിച്ച് മറിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ബ്രേക്കിൽ ഞാൻ ഏട്ടനോട് ഐസ്ക്രീമും പിന്നെ കപ്പ് വറുത്തതും മേടിച്ചിട്ട് വരാൻ പറഞ്ഞു. ഞാൻ കപ്പ് വറുത്തത് ഐസ്ക്രീമാണ് എനിക്ക് തിയേറ്ററിൽ പോകുമ്പോൾ ഫേവറേറ്റ്. മിക്ക ആൾക്കാർക്കും പോപ്കോണൊക്കെ ആയിരിക്കും. ഞാൻ കുറച്ച് വെറൈറ്റി കപ്പ് വറുത്തതും ഐസ്ക്രീമാണ്. ഐസ്ക്രീം എന്ന് പറയുമ്പോൾ എനിക്ക് വാനില ഫ്ലേവറാണ് ഇഷ്ടം. പക്ഷേ ഈ ഫ്ലേവർ കൊള്ളില്ല. വാനിലയും മാംഗോയും കൂടെ മിക്സ് ചെയ്തൊരു ഫ്ലേവറാണ്. ഒരു രസം ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ സിനിമയൊക്കെ കഴിഞ്ഞ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി ഒരു ചായയും ഏട്ടനൊരു പൈനാപ്പിൾ ജ്യൂസും കഴിച്ചു. എന്നെ ഇപ്പോൾ കളിയാക്കുവാണ്, ചൂടത്ത് ചൂട് ചായ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ കടിയായിട്ട് ഞാൻ ലഞ്ചും ഏട്ടനെന്താ ചിരിമൊട്ടാന്നോ അങ്ങനെ എന്തോ ഒരു വെറൈറ്റി പേര് കണ്ടിട്ട് മേടിച്ചതാണ്. കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ടേസ്റ്റും ഉണ്ടായിരുന്നു. സിനിമ പറയാൻ വാക്കുകളില്ല, അടിപൊളി പടമായിരുന്നു. എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ പടം കാണണം. ലാലേട്ടൻ്റെ ഒരു കംബാക്ക് എന്ന് തന്നെ പറയാം. കുറേ നാളിന് ശേഷം ലാലേട്ടൻ്റെ ഇത്ര അടിപൊളി പടം തന്നതിന് ലാലേട്ടനോടും ആ ക്രൂവിനോടൊക്കെ എല്ലാവർക്കും ഒരുപാട് സ്നേഹം.
എല്ലാ പരിപാടിയും കഴിഞ്ഞ് വീട്ടിലോട്ട് തിരിക്കുമ്പോഴാണ് മൂലങ്കാവ് വെച്ചിട്ട് ടയറ് പഞ്ചറാവുന്നത്. അങ്ങനെ ഒരു വർക്ക്ഷോപ്പിൽ കയറ്റി ടയറ് മാറ്റേണ്ടി വന്നു. കാരണം അതിൻ്റെ നൂലൊക്കെ കണ്ടു തുടങ്ങിയിരുന്നു. ടയറൊക്കെ മാറ്റി നമ്മൾ വീട്ടിലെത്തി. ഫുഡൊക്കെ കഴിച്ചു. നല്ല വിശപ്പുണ്ടായിരുന്നു. ഏകദേശം വൈകുന്നേരമായി വീട്ടിലേക്ക് എത്തിയപ്പോഴത്തേക്കും. അങ്ങനെ മെയ് 1 നല്ലൊരു സിനിമ കണ്ടു. അങ്ങനെ വൈകുന്നേരം വീട്ടിലെത്തിയത്. സോ ഇന്നത്തെ ദിവസം അവസാനിച്ചു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.